എല്ലാത്തിനും കൂട്ടുനിന്ന് നിങ്ങളെ നരകിച്ചു പോകത്തേ ഉള്ളൂ. ഒരുപാട് വേദന തിന്ന് ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നോക്കിക്കോ. ഈ ബന്ധം പുതുക്കാനായിട്ട് എന്നെങ്കിലും എന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നാ അന്ന് നിന്നെ ഞാൻ വെട്ടി നുറുക്കി കൊല്ലും. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്റെ കെട്ടുതാലി അർത്ഥവനാ നിങ്ങളുടെ മോൻ. സ്വന്തം ആങ്ങള തന്നെയല്ലേ മോളെ അതിന്റെ കാരണക്കാരൻ? ആങ്ങളെ എന്റെ അമ്മയച്ചന് കണക്കാ. ഇപ്പോഴെനിക്ക് ഓരോന്നേരം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മോന്റെ ദേഹത്ത് ബാധ കയറിയപ്പോ അയാൾ സത്യങ്ങളാ വിളിച്ചു പറയാൻ പോയത്. അന്ന് കൂടെ നിന്നവരിൽ എന്റെ അമ്മാവൻ ഉൾപ്പെടെ ഉള്ളവര് അയാളുടെ വാ മൂടി കെട്ടുകയായിരുന്നു. അതിന്റെ കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും കണ്ണൻ നേരത്തെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതാ. എന്നിട്ട് ക്ഷമിച്ചു. പക്ഷേ മഹിയെ തള്ളി താഴെയിട്ട് മഹിയെയും കുഞ്ഞിനെയും കൊല്ലാൻ നിന്റെ ഭാര്യ നോക്കിയതോടെയാ ഇനി ശത്രുക്കൾ കരയണമെന്ന് ഇവൻ അങ്ങ് തീരുമാനിച്ചത്. ആങ്ങളെന്ന് പറയുന്നവൻ ജീവനായിരുന്നല്ലോ, ജീവന്റെ ജീവൻ. ഇപ്പൊ എന്തു പറയുന്നു? ഇനിയെങ്കിലും നല്ലവരെ തിരിച്ചറിയാൻ നോക്ക്, നല്ലത് ചിന്തിക്കാനും. ഇനി അവളെ എനിക്ക് മരുമോളായിട്ട് വേണ്ട, നിങ്ങളുടെ കൊച്ചുമോളെ. അവള് എന്റെ വിശ്വേട്ടന്റെ കൊലയാളിയുടെ മകളാ. പ്രതാപചന്ദ്രൻ സത്യം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ നേരത്തെ ഒരുക്കിയൊരു കെണിയാ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസല്ലേ. കോടതിയിൽ പ്രതാപനും വാമദേവനും മൊഴി മാറ്റിയാൽ ദൈവത്തിന് സത്യങ്ങൾ അറിയാമെങ്കിലും കോടതി അവിടെ വരുന്ന തെളിവ് മാത്രമേ കണക്കിലെടുക്കൂ. അതുകൊണ്ടാ ഒരു മുഴം മുന്നേ ഞങ്ങൾ എറിഞ്ഞത്. കാലം കറങ്ങി കറങ്ങി നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് തരും. 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവ. എന്നിട്ടും അതിന്റെ അലകൾ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ നിങ്ങളുടെ മകന് സമനില തെറ്റിയത്. അയാള് സത്യങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ട് നടന്നത്. എന്റെ രണ്ടാനമ്മ ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞതൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞ് പ്രതാപനും വാമദേവനും പുറത്തു വന്നാലും ഇനിയും കേസ് നടക്കും. അങ്ങനെ കേസ് നടന്ന അന്തിമ വിധി വന്നു കഴിഞ്ഞാൽ 20 വർഷത്തെ കടമുണ്ട്. എന്റെ അച്ഛന്റെ കൊലപാതകത്തിന്റെയും എന്റെ തളർച്ചയുടെയും കടം. അത് വീട്ടാൻ പ്രതാപനും വാമദേവനും സകല സ്വത്തുക്കളും തികഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടേ കൊച്ചുമോളോടും കൂടെ പറഞ്ഞേക്ക്, ദാരിദ്ര്യം അവളെ കാത്തിരിക്കുന്നേന്ന്. നിങ്ങളും അത് മനസ്സിൽ വെച്ചോ.
ഒരച്ഛൻ കോടതിയിൽ വിധി കാത്തു നിൽക്കുമ്പോ അച്ഛന് ജാമ്യം കിട്ടണേ ഭഗവാനേന്നേ ഏതൊരു മക്കൾക്കും പ്രാർത്ഥിക്കാൻ പറ്റും. എന്നാൽ ഇവിടെ നീ പ്രാർത്ഥിക്കേണ്ടത് അച്ഛന് ജാമ്യം കിട്ടല്ലേന്ന. അവന് ജാമ്യം കിട്ടാതിരുന്നാൽ മാത്രമേ നിന്റെ ആയുസിന്റെ നീളം കൂടൂ. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നേ. നിന്നോടൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും വെറുതെ വിടണമെന്ന്. എന്നിട്ടും അതിനൊന്നിനെ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ല. അളിയ, ഫ്രിഡ്ജിനകത്ത് നല്ല താറാമുട്ട ഉണ്ടായിരുന്നു. ഡബിളാ, താ കഴുകി. നിനക്ക് വേണോടി? എനിക്ക് വേണ്ട. വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, വേണമെങ്കിൽ ഇതിന്റെ പകുതി തരാം. എനിക്ക് വേണ്ടാത്തോണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നീ കഴിക്കടാ. വെക്കട്ടെ ഇവിടെ. ആരാടാ? ഇവളുടെ മുത്തശ്ശിയല്ല, വേറെ ആരോ. അവന്മാർക്ക് ജാമ്യം കിട്ടുവാണെങ്കിൽ അനന്തു സാറ് ഇങ്ങോട്ട് വിളിക്കാതിരിക്കില്ല. അനന്ത് സാറിന്റെ വിളി വരുവാണെങ്കിൽ ഉറപ്പിച്ചോ അവന്മാര് ജാമ്യത്തിൽ ഇറങ്ങിക്കാണോന്ന്. സാരമില്ല, അങ്ങനെ ഇറങ്ങിയ ജയിലിൽ കിടക്കുന്നതിനേക്കാളും വേദനിപ്പിക്കുന്ന രംഗങ്ങളായിരിക്കും അവൻ പിന്നെ കാണാൻ പോകുന്നത്. നിനക്ക് വേണ്ടിയിട്ടല്ലേ നിന്റെ അച്ഛനും നിന്റെ മുത്തശ്ശിയൊക്കെ ഈ ചതിയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള നിന്നെ ഇനി നിന്റെ അച്ഛനും മുത്തശ്ശിയും കാണണ്ട. അല്ലെങ്കിൽ തന്നെ വാമദേവനും പ്രതാപനും ജാമ്യം കിട്ടിക്കഴിഞ്ഞാ അവന്മാർക്ക് പുറത്ത് ജീവിക്കാൻ പറ്റൂടാ. അങ്ങനെ അവന്മാര് പുറത്ത് ജീവിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വന്ന് അവന്മാര് ഹാജര് വെക്കേണ്ടി വരും. എടേ, പണത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛൻ ആ വാമദേവന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തത്. അതിനുശേഷം കണ്ണൻ സാറിന്റെ അച്ഛനെ കൊന്നു. ആ പണം കൊണ്ട് നിന്റെ അച്ഛൻ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇനി അവന്റെ സമ്പാദ്യം മുഴുവൻ ഈ കേസ് നടത്തി തീരും. അതുപോലെ തന്നെ ആ വാമദേവന്റെ കാര്യവും. അവൻ പ്രതാപന്റെ അത്രയും കാശുള്ളവനല്ല. ഈ കേസ് നടത്താൻ വേണ്ടി അവൻ അവന്റെ വീടും പറമ്പും പോലും വിൽക്കേണ്ടി വരും. കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നേ കാലണയുടെ പ്രയോജനം ഇനി അവനും അവന്റെ കുടുംബത്തിനും കിട്ടാൻ പോകുന്നില്ല. അമ്മയുടെ വാവയാണോ അച്ഛന്റെ വാവയാണോ അതോ ചെറിയമ്മയുടെ വാവയാണോ? കുഞ്ഞു വാവേ, ആരുടെ വാവയാ ഇത്? എന്തായി മോനെ? അവർക്ക് ജാമ്യം കിട്ടിയില്ല, രണ്ടുപേരും റിമാൻഡിലായി. ഉണ്ണിയും അവന്റെ അമ്മയും കോടതിയിൽ വന്നിരുന്നോ? വന്നു. എന്തിനാണ് പ്രതാപനും വാമദേവനും അറസ്റ്റിലായെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവരൊന്നും പ്രതികരിച്ചില്ലേ? പ്രതികരിച്ചില്ലേന്നോ? കോടതിയുടെ പുറത്ത് വെച്ച് ഉണ്ണിയുടെ അമ്മ വാമദേവനെയും പ്രതാപനെയും തല്ലിയില്ലെന്നേ ഉള്ളൂ. രണ്ടിനെയും പ്രാഗി കൊന്നിട്ടുണ്ട്. എന്നുവെച്ചാ വാമദേവൻ എന്ന ആങ്ങളെന്ന് അമ്മ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇനിയെങ്കിലും ആ അമ്മയും മോനും മാറൂ കണ്ണേട്ടാ. ഒന്നും അറിയില്ല. അനന്തു, നിനക്കറിയാലോ കാര്യങ്ങള്. എന്റെ അമ്മ മരിച്ച ശേഷം രണ്ടാനമ്മയെ വന്ന വാമദേവന്റെ പെങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാനമ്മയായിരുന്നില്ല, അമ്മ തന്നെ ആയിരുന്നു. അതെ, ഇവന്റെ അച്ഛനുള്ള സമയത്തൊക്കെ ഇവന്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ സ്നേഹമായിരുന്നു അവർക്കും. ഇനി അതൊക്കെ അഭിനയമായിരുന്നോ എന്ന് അറിയില്ല. ഒരിക്കലും അല്ല. അന്നൊക്കെ അവർക്ക് അച്ഛനോടും എന്നോടും ഭയങ്കര സ്നേഹമായിരുന്നു. അച്ഛൻ മരിച്ചതോടെ ഈ പറയുന്ന വാമദേവനാ അമ്മയുടെ മനസ്സിൽ വിഷം നിറച്ചത്. അതിനുശേഷം അവർക്ക് സ്വത്തിനോട് പണത്തിനോടൊക്കെ അതിരുവിട്ട ആഗ്രഹം തോന്നി തുടങ്ങിയത്.
എനിക്ക് നല്ലൊരു ജീവിതം കിട്ടരുതെന്നും അവരാഗ്രഹിച്ചത് അതിനുശേഷം. ഇനി അതിനൊക്കെ മാറ്റം ഉണ്ടാവും മോനെ. അവരുടെ താലിയർത്തത് സ്വന്തം ആങ്ങളെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞില്ലേ? അതിന്റെ ഒരു ദേഷ്യവും സങ്കടവും അവർക്ക് ആങ്ങളയോട് കാണാതിരിക്കോ? ഇവരുടെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലമ്മേ. ഇനി ഇതിന്റെ ഇടയ്ക്ക് മാർക്കോ ഒരു കളി കളിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ? അതിന് വ്യക്തമായ സാക്ഷികളില്ലാത്തതുകൊണ്ട് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തില്ലാന്ന് വാമദേവൻ കോടതി പറയില്ലേ? അതുപോലെ തന്നെ പ്രതാപൻ അത് സമ്മതിക്കാൻ ചെയ്തിരുന്നെങ്കിൽ കോടതി ചിലപ്പോ വാമദേവന് ജാമ്യം കൊടുത്തേനെ. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാർക്കോ അമ്മയുടെ വീടിനകത്ത് കയറി കരുണയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. പ്രതാപന്റെ അമ്മ കൊച്ചുമോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നുകൊണ്ടാ കോടതിയിലേക്ക് പോയത്. ആ വിവരം അറിഞ്ഞതുകൊണ്ട് പ്രതാപൻ മൊഴി മാറ്റിയില്ല. പ്രതാപൻ നടന്നതുപോലെ തന്നെ കോടതിയിൽ പറഞ്ഞു. അത് കേസിന് ഗുണമായി. ഇനിയെങ്കിലും പ്രതാപേട്ടന്റെ അമ്മയും നന്നാവുമെങ്കിൽ നന്നാവട്ടെ. അവളെ പ്രസവിച്ച അമ്മയായ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നൽ പോലും അവൾക്കില്ല. പിന്നെ എന്റെ ഉപദേശങ്ങൾ അവള് കേൾക്കുമോ മോനെ? ആ, എന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. വരുമ്പോ ലേഖയ്ക്കും മോൾക്കും കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ കാണുമോ മക്കളെ? അയ്യോ ഇല്ല, ഞാൻ പോവാ. ശരിയെന്നാ. ചെകുത്താനും കടലിൽ നടുക്കായി പോയാ ഒരമ്മയെ ഇപ്പൊ പോയത്. കരുണ സ്വന്തം മോളാ. അവളിപ്പോ അമ്മയാവാൻ തയ്യാറെടുക്കുക. ഓ, ആ സമയത്ത് പോലും സ്വന്തം മോളെ സ്നേഹിക്കാനും പരിചരിക്കാനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഓ, എല്ലാം കണ്ടും കേട്ട മടുത്തൊരമ്മ. ഞാൻ കാണുന്ന കാലം മുതലേ അമ്മയുടെ ജീവിതം എങ്ങനെയാ? ഇപ്പൊ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കണ്ണേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. പക്ഷെ ഒരു സത്യമുണ്ട് കേട്ടോ. കരുണേടച്ചൻ സ്വന്തം ഭർത്താവാണെങ്കിലും അയാൾ ജയിലിലേക്ക് പോയതിൽ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അത്രത്തോളം അയാൾ അമ്മയെ ദ്രോഹിച്ചതാ. എന്റെ കൺമുന്നിലിട്ട് അയാളും അയാളുടെ അമ്മയും കൂടി എന്റെ അമ്മയെ തല്ലി നോവിച്ചിട്ടുള്ളതാ. അതിനൊക്കെയുള്ള ശിക്ഷയാ ഇപ്പൊ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ? പട്ടിണി കിടക്കാതെ എന്തെങ്കിലും കഴിക്കടി. അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവളുടെ അമ്മമ്മയായിരിക്കും. എന്റെ ദൈവമേ, എന്റെ മോള്. പോയി തുറക്കട. വന്നോ മുത്തശ്ശി? എന്റെ മോളെ, എന്റെ മോള്. എന്താ ഈ കാര്യങ്ങള്? ജയിലിലേക്ക് കൊണ്ടുപോയി. പ്രതാപനെ വാമനെയും കൊണ്ടുപോയി. അവൻ മാന്യമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോ കോടതിയിൽ? ഓ, പറഞ്ഞു. പുള്ളി തെറ്റാതെ പറഞ്ഞു. വാമൻ ആ സമയത്ത് പ്രതാപനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പൊ ജയിലിൽ ചെന്നിട്ട് അവര് തമ്മിൽ അടി കൂടുമെന്ന് എന്റെ പേടി. കൂടട്ടെ തമ്മി തല്ലി ചാകട്ടെ ഏതെങ്കിലും ഒരുത്തൻ. ഓ, എന്റെ മോളെ നീ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ പെൺകുട്ടികളോട് ഞങ്ങൾ മാന്യതയില്ലാതെ പെരുമാറില്ല. ഞങ്ങൾ പറഞ്ഞത് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്ന വാക്ക് പാലിച്ചിരിക്കും.
പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് 4 താറാമുട്ട എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ. അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളായിട്ട് ഒന്നും എടുത്തിട്ടില്ല. കോടതിയിൽ ഉണ്ണി അവന്റെ അമ്മയും വന്നായിരുന്നു. വന്നായിരുന്നു മോളെ. മുത്തശ്ശി, മോളെ അവരെല്ലാം അറിഞ്ഞോ മുത്തശ്ശി? പിന്നെ അറിയത്തില്ലയോ? കണ്ണൻ കേസ് വാദിക്കുന്നതിനിടയ്ക്കാ വന്നത്. പിന്നെ അവൻ കോടതിയിൽ പറഞ്ഞതെല്ലാം അവര് കേട്ടു. അതിനുശേഷം പ്രതാപനെ വാമനെയൊക്കെ പ്രാഗിയിട്ടാ അവള് പോയെ. ഉണ്ണിയുടെ അച്ഛനെയാ നിന്റെ അച്ഛൻ കൊന്നത്. അതുപോലെ തന്നെ നിന്റെ അമ്മായിയമ്മയുടെ കുട്ടികളുടെ അച്ഛനും. അതുകൊണ്ട് ഇനി നിനക്ക് ആ വീടിനകത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പിന്നെ ഉണ്ണിയും അവന്റെ അമ്മയും ആയതുകൊണ്ട് എത്രത്തോളം മരിച്ചുപോയവരോട് അവർക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നേക്കാം. അവിടെ ഒരു കുഴപ്പമുണ്ട്. അത് കണ്ണൻ സാറിന്റെ ലക്ഷ്മി ചേച്ചിയുടെ വീടല്ലേ. അവരവിടെ ഇനി ഇവിടെ കയറ്റുവോ? എന്തായാലും കൊച്ചുമോളെ ഇല്ലാതാക്കിയത് നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ ആണല്ലോ. അതുകൊണ്ട് ഇനിയുള്ള കാലം മുത്തശ്ശി തന്നെ കൊച്ചുമോളെ നോക്ക്. നിങ്ങളുടെ കാലശേഷം ഇവളും ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞും കൂടി ആരോരും ഇല്ലാതെ നട്ടം തിരിയട്ടെ. സ്വന്തം കുഞ്ഞിന് പോലും ആരെയും ഇല്ലാതാക്കിയത് നീ മാത്രമല്ല, ഈ നിൽക്കുന്നവരും ഇവരുടെ മോനും കൂടിയാ. ഇനിയെങ്കിലും നന്നായ നിനക്ക് കൊള്ളാടി. എന്തായാലും പ്രതാപനെയും വാമദേവനെയും ജയിലിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാലും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാ പിന്നെ പോടാ. മര്യാദക്കൊക്കെ ജീവിക്കടി. മോളെ, അവന്മാര് മോളെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അതെ, എന്നെ ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി. മോളെ, ഞാൻ പ്രതാപനെ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോ തന്നെ അവനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ വാമദേവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പ്രതാപൻ കോടതിയിൽ നടന്നതെല്ലാം പറഞ്ഞത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും മുത്തശ്ശി? അയ്യോ, എന്ത് ചെയ്യുമെന്ന് ഇനി എനിക്കറിയാൻ മേലേ. 14 ദിവസം കഴിയുമ്പോ ജാമ്യം കിട്ടുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും കേസ് നടക്കും. പിന്നെ വിധി വന്നു കഴിഞ്ഞാ എത്ര കാലം അവര് ജയിലിൽ കിടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്നും അല്ല പ്രശ്നം. ഉണ്ണി അവന്റെ അമ്മയെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതാ. ഇനിയിപ്പോ ഉണ്ണിയേട്ടനെ വിളിക്കുന്നില്ലെങ്കിൽ വിളിക്കണ്ട. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ വിളിക്കാതിരുന്നാലേ പ്രതാപൻ ജയിലില്ല. ഞാൻ ഇനി എത്ര കാലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നീ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മരിക്കും. അയ്യോ, അല്ലാതെ എന്ത് ചെയ്യാനാ? മോളെ, എങ്ങനെ ജീവിച്ചിരുന്നവരാ മോളെ നമ്മള്? ഇതിപ്പോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ കാര്യങ്ങള്. പ്രതാപനാകെ വിഷമിച്ചാ ജയിലിലേക്ക് പോയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ നിനക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചത്. ഇപ്പൊ ഏതായാലും നിന്റെ അമ്മയ്ക്കും അവിടെ മൂത്ത മോക്കും സന്തോഷമായി കാണും. അയ്യോ, സന്തോഷിക്കട്ടെ. ദുഷ്ട കൂട്ടങ്ങള് സന്തോഷിക്കട്ടെ. അവളൊക്കെ സന്തോഷിക്കട്ടെ. അയ്യോ, ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണ് വിശ്വനാഥന്റെ കൊലപാതകമെന്ന് കോടതി വിലയിരുത്തി. സ്വന്തം അച്ഛന്റെ മരണം വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന വക്കീലായ മകൻ തന്നെയാണ് വാദിച്ചത്. അതിനും കോടതി സാക്ഷിയായി. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസർ ആയിരുന്ന വാമദേവൻ തന്റെ ജോലിയിൽ വീഴ്ച വരുത്തിയത് കണ്ടെത്തിയപ്പോഴാണ് പ്രതി വിശ്വനാഥനെ കൊല്ലാൻ തീരുമാനിച്ചത്. അക്കാലത്ത് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്ന ലോറി ഡ്രൈവർ പ്രതാപചന്ദ്രനെ അതിനുവേണ്ടി വാമദേവൻ തെരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് അരങ്ങേറിയത് ആരെയും ഞെട്ടിക്കുന്ന അരും കൊലയായിരുന്നു. ഈ കേസിൽ അഡ്വക്കേറ്റ് കണ്ണന്റെ ഭാര്യയായ മഹാലക്ഷ്മിയുടെയും പ്രതാപചന്ദ്രനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ശർമ്മയുടെയും മൊഴികൾ
കേസിനെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഈ കൊലപാതകം നടക്കുമ്പോ അതിന് സാക്ഷിയായ 5 വയസ്സുകാരി മഹാലക്ഷ്മി അപകടത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്ന കണ്ണന്റെ ഭാര്യയായി വന്നത് ഒരു നിമിത്തമായിരുന്നെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനമായിരുന്നെന്നോ പറയാം. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും യഥാർത്ഥ പ്രതികൾ മറനീക്കി പുറത്തു വരുമെന്ന് ഒരിക്കൽ കൂടി ഈ കേസ് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് എടാ മോനെ, വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട് നിന്റെ അച്ഛനും പ്രതാപചന്ദ്രനും ചെയ്തു കൂട്ടിയ ഓരോരോ കഥകള്. 2 ആളെയും ജയിലിലേക്ക് കൊണ്ടുപോയടാ. എന്തിനാടാ കരയുന്നേ? നിന്റെ അച്ഛനെന്ന് പറയുന്ന ആള് നിന്റെ അനിയത്തിയുടെ ഭാവിയും കൂടെ തകർത്തു. ഇനി കൊലയാളിയുടെ മോളെ കെട്ടാൻ ആരെങ്കിലും വരുവോടാ? വന്നാ തന്നെ അവര് സ്ത്രീധനം മോഹിച്ച് വരുന്നവരായിരിക്കും. അങ്ങനെ ഒരുത്തിന് കൊടുക്കാൻ എന്റെ കയ്യില് വല്ലതും ഉണ്ടോ? സഹായിക്കുന്നവനെ പോലും പിണക്കി. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. നിന്റെ ചികിത്സയ്ക്കും വേണ്ടേടാ പണം. നീ ഇനി ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ തന്നെ എത്ര കാലം കഴിയണം?